ഹലോ ഫ്രണ്ട്സ്, ഈമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊക്കെ ഓണത്തിന് നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു അരിയുണ്ട. നമുക്ക് ഇന്ന് അതൊന്നും ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ മട്ടേരിയാണ് എടുത്തിരിക്കുന്നത്, വടിമട്ട. അത് നന്നായിട്ട് കഴുകി നമുക്കൊന്ന് വെള്ളം പോകാനായിട്ട് ഊറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗൾ തേങ്ങ, കുറച്ച് കപ്പലണ്ടി, കുറച്ച് നട്ട്സ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അരി എടുത്ത ആ ബൗളിന് തന്നെയാണ് തേങ്ങയും ശർക്കരയും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലൊന്ന് വറുത്ത് നല്ല ബ്രൗൺ നിറമാക്കി എടുക്കണം. അരി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അരി പൊട്ടും. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റോളം നമ്മളിത് ഇളക്കണം. ചെറിയ തീയിൽ കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നിരത്തി വെക്കാം തണുക്കാനായിട്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് അവിടെ നിന്ന് തണുക്കട്ടെ. നന്നായിട്ട് മൂത്തിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ശർക്കരയാണിത്. ഇതൊന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ച് നമ്മൾ ഒരു ബൗൾ ശർക്കര ഈ പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. ശർക്കരയിൽ നന്നായിട്ട് പതച്ച് തിളച്ച് പത നിൽക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഭയങ്കര ചൂടോടെ നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ഇട്ട് കൊടുക്കരുത്. സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഒരല്പം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബൗൾ തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തേങ്ങ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഒത്തിരി തരിതരിയായിട്ടൊന്നും പൊടിക്കരുത്. നമ്മളൊരു 3 ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ ഈ അരിയുടെ കൂടെ ഇട്ട് നമുക്കങ്ങ് പൊടിക്കാം. ഒരുപാട് തരിയായിട്ടും പൊടിക്കരുത്, ഒത്തിരി ഫൈനായിട്ടും പൊടിക്കരുത്. എന്നാൽ ഒത്തിരി തരിയൊക്കെ വേണം താനും. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാക്കിയ നട്ട്സും കപ്പലണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. അതും കൂടെ നമ്മൾ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഒരുപാട് പൊടിക്കേണ്ട. അപ്പോൾ നമ്മൾ പൊടിച്ച അരിപ്പൊടിയിലേക്ക് വീണ്ടും ഇത് ചേർത്തൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയാൽ മതി. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. കപ്പലണ്ടിയും നട്ട്സും ചെറിയ തരിയോടുകൂടി ഈ അരിപ്പൊടിക്കകത്ത് കിടക്കണം. അപ്പോൾ അതും നമ്മൾ പൊടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കപ്പലണ്ടിയും നട്ട്സും ഒക്കെ ചെറിയ തരിയോടുകൂടി കിടപ്പുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടെ ചേർത്ത് നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം, വലിയ ചൂടൊന്നും ഇല്ല, ചെറിയ ചൂടേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ചൂടോടുകൂടിയൊന്നും അല്ല പൊടിയൊന്നും ചേർത്തത്. ഒരുപാട് ചൂടോടുകൂടി ചേർക്കരുത്. ചെറുതായിട്ട് തണുത്തതിന് ശേഷമേ നമ്മൾ തേങ്ങയും അരിപ്പൊടിയൊക്കെ ചേർക്കാവുള്ളൂ. ഇനി തന്നെ ആ ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഒരുപാട് ഹാർഡായിട്ടുള്ള അരിയുണ്ടയല്ല ഇത്. നമുക്ക് എപ്പോഴൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ്. സാധാരണ അരിയുണ്ട ഭയങ്കര കല്ല് പോലെ ഇരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ എളുപ്പം ചവച്ച് തിന്നാനൊക്കെ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ടല്ലോ. നമ്മൾ അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ അല്പം റാഗിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ നല്ല മട്ടേരി വെച്ചാണല്ലോ ഈ അരിയുണ്ട ഉണ്ടാക്കിയത്. അപ്പോൾ അരിപ്പൊടി ചേർക്കാതെ ഞാൻ റാഗിപ്പൊടി എല്ലാത്തിലും ഒന്നും പുരട്ടിയില്ല. 2-3-4 എണ്ണത്തിൽ ഇച്ചിരി റാഗിപ്പൊടി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക് അരിപ്പൊടിയോ റാഗിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ പുറത്തൂടെ ഒക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്നും ചേർത്തിട്ടില്ല. അപ്പം വളരെ സ്വാദിഷ്ടമായ അരിയുണ്ട. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരുപാട് ഹാർഡായിട്ടുള്ള അരിയുണ്ട ഇല്ല, ഇത് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.